വേഗം ആവട്ടെ രാജുവേട്ടാ. ഇന്നലെ കൃത്യസമയത്തൊന്നും ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇന്നങ്ങനെ ആവാൻ പാടില്ല. ശരി മോളെ. അത് തന്നെ ഞാൻ പറയാൻ വന്നത്. ഈ ഭക്ഷണം സമയം തെറ്റി വൈകി കഴിച്ചാലേ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതാവും. അതിന് സാറിനെ നിയന്ത്രിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ദ്രജ മാഡം സാറിനെ നന്നായിട്ട് നിയന്ത്രിക്കുന്നില്ലേ അല്ലേ? വെറുതെ അല്ലടാ ദൈവം നിന്നെ ഒരു വേലക്കാരനായിട്ട് ജന്മം എടുപ്പിച്ചത്. വേലക്കാരൻ രാജു. നല്ല ചപ്പാത്തി. അതങ്ങോട്ട് വെച്ച് അത് അങ്ങോട്ട് വെച്ചാൽ മതി. എന്താ ഒരു മണം! ഭക്ഷണം കഴിച്ചു നോക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ അറിയാം. ഗംഭീരമാണ് അല്ലേ വന്ദനെ? സത്യം പറയാലോ പത്മേ, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ കരുതിയത് നിങ്ങൾ മിക്കവാറും ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കുന്ന ശീലത്തിലേക്ക് മാറിയിട്ടുണ്ടാവുന്നാ. ഫുഡ് നന്നായിരിക്കണമെന്ന് എനിക്ക് എപ്പോഴും നിർബന്ധ. ആരെങ്കിലും വീട്ടിൽ വരുമ്പോ അവർക്ക് ആസ്വദിച്ച് ഭക്ഷണം കുറച്ച് ആഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ് ഉദയ്. പക്ഷെ നന്ദിനെ പോലൊരാൾ അടുക്കളയിൽ ഇല്ലെങ്കിൽ ആ ആഗ്രഹത്തിനൊന്നും ഒരു വിലയില്ല. മോളെ, സൂര്യ കഴിക്കാൻ വരാത്ത എന്താ? സൂര്യ സാർ ഇപ്പൊ വരും. സാറേ ഇങ്ങനെ അടുക്കി പിടിച്ചിരിക്കാനും വേണ്ട, ആവശ്യത്തിനടുത്ത് കഴിച്ചോളൂ സാറേ. ഓക്കെ ആയിക്കോട്ടെ. മതി. അല്ല വിജയ്, നമ്മുടെ പെൺപടയുടെ അങ്കിൾ, ഞാൻ പോരുമ്പോഴേ അവരവിടെ മേക്കപ്പിനെ കുറിച്ചായിരുന്നു ചർച്ച. വേറൊന്നുമല്ല, ഹരിതയുടെ മേക്കപ്പിനെ കുറിച്ച് ഡീറ്റെയിൽസ് അവർ ചോദിക്കുകയായിരുന്നു. ഓ, പിന്നെ മേക്കപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇന്ദ്രജയുടേതായതുകൊണ്ട് കാത്തു നിന്നിട്ട് പ്രയോജനമില്ല. മിക്കവാറും ആ ഒരു സെക്ഷൻ തീരാൻ ഒരു കുറഞ്ഞത് 3-4 ദിവസം എടുക്കും. 3-4 ദിവസം ഒന്നും വിശന്നിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇന്ദ്രജയുടെയും വേദയുടെയും ഒക്കെ ഒരു നീ ഇരിക്കെ, ഞങ്ങൾ പിന്നീട് കഴിക്കാം. ആ, നിങ്ങളെ കുറിച്ചാ വിജയ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊന്നുമില്ല ഇന്ദ്രജയ്. നിങ്ങൾ മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയ പിന്നെ കുറച്ച് ലേറ്റ് ആവുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയ്ക്ക് ലേറ്റ് ആവുമെന്നേ. എക്സ്ക്യൂസ് മീ. ഇരിക്കേ. മതി. നീ ഇതെവിടെയായിരുന്നു? ഞാൻ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു കോള് ചെയ്യാനായിട്ട്. നിങ്ങളെല്ലാരും വിചാരിക്കില്ലേ മേക്കപ്പിനെ കുറിച്ച് എന്തോ സംശയങ്ങളാ വേദ എന്നോട് ചോദിച്ചതെന്ന്? സത്യത്തിൽ വേദയ്ക്ക് അറിയേണ്ടിയിരുന്ന എന്താണെന്നറിയോ? മുഴുവൻ രഞ്ജിത്തിനെ കുറിച്ചായിരുന്നു. ചുമ്മാ പറയുന്ന കേട്ടോ, ഞാൻ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല. ഒന്നും ചോദിച്ചില്ലാന്നൊന്നും നീ പറയണ്ട. ചോദ്യങ്ങളൊക്കെ ഞാനും കേട്ടതാ. ചോദിച്ചോട്ടെ, അതിനെന്താ? എല്ലാം ചോദിച്ചറിയണമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ വേദമോളെ? സൂര്യ സാർ മോളെ വിളമ്പി കൊടുക്ക. നന്നായിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്? കൊള്ളാവോ? ഗംഭീരായിട്ടുണ്ട്. ഇട് നന്ദിനി, എന്ത് പറ്റി? വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഇല്ല സർ. ഒരു കാര്യം ചെയ്യും, താൻ കൂടി ഇരിക്കും. ഇരിക്കടോ. വേണ്ട സർ, ഞാൻ പിന്നീട് കഴിച്ചോളാം.
അതെന്താ എല്ലാവരോടും ഒപ്പം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? യു ആർ മൈ വൈഫ്. എടോ, ഞാനിരിക്കുന്ന ഏതൊരു സ്ഥലത്തും അന്തസ്സായിട്ട് തനിക്ക് എൻ്റെ ഒപ്പം ഇരിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ താൻ ഇരിക്കുന്നില്ലെങ്കിൽ വേണ്ട. എന്നാലും ഒരു സന്തോഷത്തിന് ദാ ഇത്തിരി കഴിച്ചോ. വേണ്ട സർ. കഴിച്ചോ മോളെ, കഴിച്ചോ. കഴി. എന്തോ മോളെ? ഇനി എങ്ങനെ ആന്റി ഈ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നത്? ഇതിലും വലിയൊരു നാണക്കേട് അനുഭവിക്കാൻ എനിക്കുണ്ടോ? നമ്മളൊക്കെ ഇരിക്കുന്ന മേശപ്പുറത്ത് ആദ്യത്തെ ഉരുള കഴിക്കുന്നത് ഒരു അന്തസ്സില്ലാത്ത വേലക്കാരിയാണെങ്കിൽ പിന്നെ നമുക്കൊക്കെ എന്താ വേല? എനിക്ക് ഭക്ഷണം വേണ്ട. ഇത്ര അന്തസ്സില്ലാത്തൊരു നിമിഷം എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല. ഇത് ആന്റിയുടെ അങ്കിളിന്റെയും പ്രശ്നോ? ഒരു സെർവന്റിനെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്തതിന്റെ ദോഷം. നന്ദിനി സെർവന്റ് അല്ല, എന്റെ ഭാര്യയാണ്. തനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം, പക്ഷേ അതിന്റെ പേരിൽ നന്ദിനി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. സൂര്യ, നീ ഒന്ന് അടങ്ങ്. അമ്മയുടെ കൺമുമ്പേ വെച്ചാ, അമ്മയുടെ വീടിനകത്ത് വെച്ചാ ഇവളീ പറഞ്ഞതൊക്കെ. അവളോട് അമ്മ പറഞ്ഞോ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ? ഇവള് പറഞ്ഞോട്ട് ആസ്വദിക്കല്ലേ ചെയ്ത്? എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. നന്ദിനി നിങ്ങൾക്കാർക്കും ഒരു എതിരാളിയല്ല. നന്ദിനിയെ പറഞ്ഞു തോൽപ്പിക്കാൻ ഇവിടെ ആരും ശ്രമിക്കാൻ വേണ്ട. ഇവിടെ നിന്ന് ആരുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള അനുവാദം കിട്ടിയാലും എന്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നത് സിൻസിയർ ആയിട്ടാണെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തിരിക്കും. മനസ്സിലായോ? മോളെ ഹരിത, മോളെ അവളെ ഒന്ന് പോയി സമാധാനിപ്പിച്ചേ. ചെല്ലേ. ഇനിയിപ്പോ കഴിക്കണ്ട, ആ മൂടങ്ങ് പോയി.